ഹായ്, ഐഡിയോഗ്രാം യൂസ് ചെയ്തിട്ട് ഇമേജ് ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. ഐഡിയോഗ്രാം ഒരു AI ഇമേജ് ജനറേഷൻ ടൂളാണ്. നമുക്ക് ഇമേജസ് 3D ഫോർമാറ്റിലോ റിയലിസ്റ്റിക് മോഡിലോ ഒക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ഐഡിയോഗ്രാം. അപ്പോൾ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ideogram.ai എന്ന വെബ്സൈറ്റിൽ പോവാം. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഗൂഗിൾ യൂസ് ചെയ്തിട്ടോ ആപ്പിൾ അക്കൗണ്ട് യൂസ് ചെയ്തിട്ടോ സൈനപ്പ് ചെയ്യാം. ഞാനിവിടെ ഗൂഗിൾ യൂസ് ചെയ്തിട്ട് സൈനപ്പ് ചെയ്യുവാണ്. നമ്മൾ സൈനപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു യുണീക്ക് യൂസർ നെയിമും അതുപോലെ നമുക്ക് പ്രൊഫൈലിൽ കാണിക്കേണ്ട നെയിമും ഇവരുടെ കാണിക്കും. നമുക്ക് ക്രിയേറ്റ് പ്രൊഫൈൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഒരു പോപ്പപ്പ് ഫസ്റ്റ് വരും. നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ ഫ്രീ ആയിട്ട് ഉള്ളത് എന്നൊക്കെ പറയുന്നുണ്ടാവും. നമുക്ക് 10 ഡെയിലി ക്രെഡിറ്റ്സ് ആണ് ഒരു ദിവസം ഉണ്ടാവുള്ളൂ. 10 ഡെയിലി ക്രെഡിറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് 40 ഇമേജസ് വരെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് നമുക്ക് പിന്നെ കിട്ടുന്ന ഡാഷ്ബോർഡ്. ഇതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണെന്നുള്ളത് പ്രോംപ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഒരു ടെക്സ്റ്റ് ഫീൽഡ് ഇവിടെ കാണാം. അതുപോലെ എക്സ്പ്ലോർ എന്നുള്ള ടാബിൻ്റെ ഉള്ളിൽ ഐഡിയോഗ്രാം യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇമേജസ് കാണാൻ പറ്റും. അതിൽ തന്നെ നമുക്ക് 4 കാറ്റഗറീസ് കാണാം. റിയലിസ്റ്റിക് ഇമേജസ്, ഡിസൈൻ, 3D, അതുപോലെ ആനിമേ. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന രീതിയിലുള്ള ഇമേജസ് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ഇമേജ് ജനറേറ്റ് ചെയ്ത് നോക്കാം. ഈ ഓരോ കാറ്റഗറിയിലുമുള്ള ഇമേജസ് ജനറേറ്റ് ചെയ്യുന്നത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ നമുക്ക് എന്താണോ ജനറേറ്റ് ചെയ്യേണ്ടതെന്നുള്ള പ്രോംപ്റ്റ് കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓട്ടോ, പിന്നെ ജനറൽ, റിയലിസ്റ്റിക്, ഡിസൈൻ, 3D, ആനിമേ എന്ന് കാണാൻ പറ്റും. നമുക്ക് ഏത് കൈൻഡ് ഓഫ് ഇമേജ് ആണ് ജനറേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഇവിടെ നിന്ന് നമുക്കിപ്പോൾ ചൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ജനറൽ എന്ന് പറയുമ്പോൾ ജനറൽ ആയിട്ടുള്ള രീതിയിലായിരിക്കും. റിയലിസ്റ്റിക് ഇമേജ് ആണെങ്കിൽ നമുക്ക് റിയലിസ്റ്റിക് ചൂസ് ചെയ്യാം. ഡിസൈൻ ആണെങ്കിൽ ഡിസൈൻ സ്റ്റൈൽ ചൂസ് ചെയ്യാം. 3D ഇമേജസ് ആണെങ്കിൽ 3D എന്ന് ചൂസ് ചെയ്യാം. ആനിമേ ആണ് വേണമെങ്കിൽ ആനിമേ എന്ന് ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇമേജിൻ്റെ സ്റ്റൈലുകൾ ഓട്ടോമാറ്റിക്കലി നമ്മളിത് ചൂസ് ചെയ്യുന്ന അനുസരിച്ച് ആയിരിക്കും ഐഡിയോഗ്രാം നമുക്ക് ജനറേറ്റ് ചെയ്ത് തരുന്നത്. ഇനി ഇവിടെ വേറൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. മാജിക് പ്രോംപ്റ്റ് എന്ന് പറയുന്നത് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ലോഗിൻ ചെയ്ത സമയത്ത് അത് ഓൺ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ മാജിക് പ്രോംപ്റ്റ് നമ്മൾ ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോംപ്റ്റിനെ ഒന്നും കൂടിയും ഐഡിയോഗ്രാം റീറൈറ്റ് ചെയ്യും. ഒന്നും കൂടിയും ആ പ്രോംപ്റ്റിനെ എൻഹാൻസ് ചെയ്തിട്ടായിരിക്കും ഇമേജ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് വേണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓഫ് ആക്കിയിടാം. ഇനി ഇവിടെ ആസ്പെക്ട് റേഷ്യോ സെറ്റ് ചെയ്യാം. നമ്മുടെ ഇമേജ് ജനറേറ്റ് ചെയ്യേണ്ടത് ഏത് സൈസാണ് വേണ്ടത് എന്നുള്ളത്. പോർട്രേറ്റിൽ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് സൈസസ് അവർ തരുന്നുണ്ട്. അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പിന് വേണ്ടിയിട്ടുള്ള ഡിഫറെൻറ്റ് സൈസസും അവർ തരുന്നുണ്ട്. ചില സൈസസ് ഓൾറെഡി ലോക്ക്ഡ് ആണ്. ഈ ലോക്ക് സിമ്പിൾ കാണിക്കുന്നത് അവരുടെ പെയ്ഡ് വേർഷനിലായിരിക്കും നമുക്കത് ഉണ്ടാവുള്ളൂ. അതാണ് അങ്ങനെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വിസിബിലിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എപ്പോഴും പബ്ലിക്കായിരിക്കും. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് പ്രൈവറ്റ് ആയിരിക്കണമെങ്കിൽ അതും പെയ്ഡ് വേർഷനിലാണ് ഉള്ളൂ. ഇനി നമ്മൾ ഐഡിയോഗ്രാമിൻ്റെ 2.0 എന്ന് പറയുന്ന ലേറ്റസ്റ്റ് മോഡലാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഐഡിയോഗ്രാമിൻ്റെ 2.0 എന്ന് പറയുന്ന മോഡൽ നമുക്ക് ഫ്രീ ആണ് യൂസ് ചെയ്യാനായിട്ട്. വേറൊരു ഫീച്ചറാണ് കളർ പാലറ്റ് ചൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മളുടെ ഇമേജസിൻ്റെ കളേഴ്സ് ഏതൊക്കെ കളേഴ്സ് ആണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഈ കളർ പാലറ്റ് വെച്ചിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. ഓട്ടോ എന്ന് പറയുന്നത് നമ്മൾ ചൂസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഐഡിയോഗ്രാം ആയിരിക്കും ഒരു കളറ് അതിന് ഇമേജിന് കൊടുക്കുക. ഇവിടെ നമ്മൾ ഇത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിഷ്ടമുള്ള കളേഴ്സ് ഇവിടെ നിന്ന് ചൂസ് ചെയ്യാം. ഓൾറെഡി അവർ പ്രീഡിഫൈൻഡ് ആയിട്ട് കുറച്ച് കളർ പാലറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ചൂസ് ചെയ്യാം. ഇനി നമ്മൾക്ക് കസ്റ്റമായിട്ടൊരു കളർ പാലറ്റ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അത് പെയ്ഡ് വേർഷനിലാണ് ഉള്ളൂ. നിങ്ങൾക്ക് ഡിഫറെൻറ്റ് കളർ ടോൺസ് ചേഞ്ച് ചെയ്തിട്ട് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമുക്ക് ഇമേജ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണെന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് കുറച്ച് പ്രോംപ്റ്റ്സ് കൊടുത്തിട്ട് ഇമേജസ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഓട്ടോ എന്ന് പറയുന്ന സ്റ്റൈല് സെലക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് വീഡിയോ ജനറേറ്റ് ആയി വരുന്നതെന്ന് നോക്കാം. കളർ പാലറ്റും ഞാൻ ഓട്ടോ ആണ് കൊടുക്കുന്നത്. ഇവിടെ മാജിക് പ്രോംപ്റ്റും ഞാൻ ഓൺ ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി ജനറേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം.
ഇവിടെ നമ്മുടെ ഇമേജ് ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കപ്പോൾ ഇമേജ് ജനറേറ്റ് ആയി തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ക്ലോസ് ഓഫ് പോർട്രേറ്റ് ഓഫ് എൻ എൽഡർലി ഫിഷർമാൻ്റെ ഒരു ഇമേജാണ് ജനറേറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇമേജാണ് കേട്ടോ നമുക്കിവിടെ ജനറേറ്റ് ആക്കി തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊരു എടുത്ത് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ കൊടുത്തിരുന്ന പ്രോംപ്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. ആ പ്രോംപ്റ്റിനെ മാജിക് പ്രോംപ്റ്റായിട്ട് ഐഡിയോഗ്രാം റീറൈറ്റ് ചെയ്തതാണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ മാജിക് പ്രോംപ്റ്റ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ഇമേജ് ജനറേഷന് അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഏത് മോഡലാണ് ഐഡിയോഗ്രാം 2.0 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, നമ്മൾ യൂസ് ചെയ്ത സ്റ്റൈൽ ജനറലാണ്, റെസല്യൂഷൻ ഏതാണ്, സ്ക്വയർ ഇമേജ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന നമുക്ക് ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഡിഫറെൻറ്റ് വേരിയേഷൻസ് നമുക്കിവിടെ കാണാം. ഇനി ഈ ഇമേജിനെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഇവിടെ നമുക്ക് 3 ഡോട്ട്സ് ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഡൗൺലോഡ് ബട്ടൺ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് 100% PNG ഇമേജ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റില്ല. JPEG ആയിട്ട് 70% ക്വാളിറ്റിയിൽ നമുക്കിത് ഡൗൺലോഡ് ചെയ്യാം. നമുക്കൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. ഇതാണ് നമുക്ക് ജനറേറ്റായി കിട്ടിയിരിക്കുന്ന ഇമേജ്. ഞാൻ ഒന്നും കൂടി ജനറേറ്റ് ചെയ്യാനായിട്ട് കൊടുത്തിരുന്നു. അപ്പോൾ വീണ്ടും കുറച്ച് ഇമേജസും കൂടി ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത പ്രോംപ്റ്റ് കൊടുത്തു നോക്കാം. ആദ്യം നമ്മൾ ഒരു ഹ്യൂമൻ്റെ ഇമേജാണ് കൊടുത്തത്. ഇനി നമ്മളൊരു ആനിമലിൻ്റെ ഇമേജ് ജനറേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു പ്രോംപ്റ്റ് കൊടുത്ത് നോക്കുകയാണ്. അപ്പോൾ ഒരു ലയണിനെ ജനറേറ്റ് ചെയ്യാനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ജനറേറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊടുത്ത പ്രോംപ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാജിക് പ്രോംപ്റ്റ് ജനറേറ്റ് ആയിട്ടുണ്ട്. അത് ബേസിസിലാണ് നമുക്ക് ഇമേജസ് ജനറേറ്റ് ആയി കിട്ടിയിരിക്കുന്നത്. ഓരോ ഇമേജും വളരെ സൂപ്പറായിട്ടാണ് നമുക്ക് ജനറേറ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്തൊരു പ്രോംപ്റ്റ് ട്രൈ ചെയ്യാം. അടുത്ത് ഞാൻ ട്രൈ ചെയ്യുന്നത് ഒരു നേച്ചറിൻ്റെ ഇമേജാണ്. എങ്ങനെയാണ് ആ ഇമേജ് ജനറേറ്റ് ആവുന്നതെന്ന് നോക്കാൻ. അപ്പോൾ നമുക്കിവിടെ ജനറേറ്റ് ആയി തന്നിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇമേജസ്. എനിക്ക് ഏറ്റവും അതിൽ ഇഷ്ടപ്പെട്ട ഇമേജ് ഈ ഇമേജാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഇമേജ് എന്ത് ചെയ്യാം, നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിനെ നമുക്ക് റീജനറേറ്റ് ചെയ്യണമെങ്കിൽ റീജനറേറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് നമുക്ക് ഐഡിയോഗ്രാം ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുന്ന നേച്ചറിൻ്റെ ഇമേജ് നമുക്ക് ജനറേറ്റ് ചെയ്ത് നോക്കാം. അതിൻ്റെ ഉള്ളിൽ ഞാൻ റിയലിസ്റ്റിക് എന്ന് പറയുന്ന സ്റ്റൈല് ചൂസ് ചെയ്തിട്ടാണ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതുപോലെ നമുക്ക് നമ്മുടെ ആസ്പെക്ട് റേഷ്യോ ഒന്ന് ഇവിടെ മാറ്റി കൊടുത്ത് നോക്കാം. ഞാൻ 16:9 ആസ്പെക്ട് റേഷ്യോ ഒന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഇമേജ് ജനറേറ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഐഡിയോഗ്രാമിൻ്റെ വേറൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് നമ്മൾക്ക് പ്രോംപ്റ്റ്സ് കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഇവരുടെ ഈ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെൽപ്പ് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണാം. ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഒരു ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷനിലേക്ക് പോകും. ഈ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷനിൽ നമുക്ക് പ്രോംപ്റ്റിംഗ് ടിപ്സ് എന്ന് പറയുന്നൊരു ടാബ് കാണാൻ പറ്റും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോംപ്റ്റുകൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് കൊടുക്കേണ്ടത്, എങ്ങനെ പ്രോംപ്റ്റ് കൊടുത്താലാണ് നമുക്ക് നല്ല രീതിയിൽ ഔട്ട്പുട്ട് കിട്ടുക എന്നുള്ളത് ഇതിൽ കൊടുത്തിട്ടുണ്ടാവും. ഞാൻ കഴിഞ്ഞ വീഡിയോസിലും മെൻഷൻ ചെയ്തിരുന്നു, മിക്ക AI ജനറേഷൻ ടൂൾസിലും അവരുടെ ഒരു ഡോക്യുമെൻറ്റേഷൻ ഗൈഡ് ഉണ്ടാവും. ആ ഗൈഡ് നിങ്ങൾ റീഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നല്ല രീതിയിൽ പ്രോംപ്റ്റ് കൊടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് അത് റീഡ് ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് ഒന്ന് റീഡ് ചെയ്യുക. അപ്പോൾ അത് റീഡ് ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് പ്രോംപ്റ്റിങ് റൈറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചും നല്ല ഇമേജസ് നമുക്ക് എങ്ങനെ ഈ AI ടൂൾസ് യൂസ് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നല്ലൊരു ഐഡിയ കിട്ടും. ഐഡിയോഗ്രാം പറയുന്നത് അവർ എക്സൽ ചെയ്യുന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ജനറേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ ഓഫ് ടെക്സ്റ്റ് ഇൻറ്റു ആൻ ഇമേജ് ആണ്. ഒരു ഇമേജിൻ്റെ ഉള്ളിൽ ടെക്സ്റ്റിനെ കൊണ്ടുവരാനായിട്ട് അവർ വളരെയധികം എക്സൽ ചെയ്ത് നിൽക്കുകയാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഒരു
മീമിൻ്റെ അകത്തോ ഒരു ടീഷർട്ട് ഡിസൈനിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഒരു പെർഫ്യൂം ബോട്ടിലിൻ്റെ ഉള്ളിലോ എന്തിലാണെങ്കിലും നമുക്കൊരു ടെക്സ്റ്റിനെ കൊണ്ടുവരാനായിട്ട് ഐഡിയോഗ്രാം ഒരു ബെറ്റർ ടൂളാണെന്നാണ് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവർ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, നിങ്ങളൊരു പ്രോംപ്റ്റ് കംപ്ലീറ്റ് സെൻറ്റൻസ് ആൻഡ് പങ്ക്ച്വേഷൻസ് യൂസ് ചെയ്തിട്ട് കൊടുക്കണം. അങ്ങനെയാണെങ്കിലാണ് അവർക്ക് കറക്റ്റായിട്ട് അത് നമുക്ക് ജനറേറ്റ് ചെയ്ത് തരാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ ഇവർ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അവർ കൊടുത്തിരുന്ന പ്രോംപ്റ്റ് എന്ന് പറയുന്നത് എ പോസ്റ്റർ ഓൺ എ വാൾ വിത്ത് ദ ടെക്സ്റ്റ് ദാറ്റ് റീഡ്സ് എവറിത്തിങ് യു ക്യാൻ ഇമാജിൻ ഇസ് റിയൽ. അങ്ങനെ ഒരു കൊടുക്കാനായിട്ടുള്ള ഒരു പ്രോംപ്റ്റാണ് അവർ കൊടുത്തിരുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇമേജ് ഐഡിയോഗ്രാം ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വേരിയഡ് ടിപ്പോഗ്രഫികളുണ്ടല്ലോ, ഫോണ്ടുകളൊക്കെ എങ്ങനെ വേണമെന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്താലും ഐഡിയോഗ്രാം നമുക്ക് അതനുസരിച്ച് നന്നായിട്ട് ജനറേറ്റ് ആക്കി തരും. അപ്പോൾ നിങ്ങൾ ഈ പ്രോംപ്റ്റ്സുകളൊക്കെ ഒന്ന് റീഡ് ചെയ്ത് നോക്കുക. ഇതൊക്കെ റീഡ് ചെയ്ത് ഒന്ന് സ്റ്റഡി ചെയ്യുമ്പോൾ തന്നെ നമ്മൾ റൈറ്റ് ചെയ്യുന്ന പ്രോംപ്റ്റുകളുടെ ക്വാളിറ്റി അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് നല്ല പ്രോംപ്റ്റ് റൈറ്റ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇത് റീഡ് ചെയ്ത് നോക്കുക എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയുള്ള ഒരു പ്രോംപ്റ്റ്സ് റൈറ്റ് ചെയ്തിട്ടും പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടും ആണുള്ള ടൂൾസുകളെല്ലാം വരുന്നത്. അപ്പോൾ നന്നായിട്ട് പ്രോംപ്റ്റ് ചെയ്യാൻ അറിയുക എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിന് ഒരു പ്രത്യേക സ്കില്ലൊന്നും അല്ല, അത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു സ്കില്ലാണത്. അതിന് ഇവരുടെയൊക്കെ ഡോക്യുമെൻറ്റേഷൻസ് ഒക്കെ റീഡ് ചെയ്ത് നോക്കി നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. ഇതിൽ നോക്കൂ, അവർ ജനറേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇങ്ങനെ ഒരു മിൽക്ക് എന്ന് പറയുന്ന ടെക്സ്റ്റ് റൈറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ് അല്ലേ. ഒരു ഗ്ലാസ്സിൽ നിന്നും മിൽക്ക് പോകുന്നതിൻ്റെ ഉള്ളിൽ മിൽക്ക് എന്ന് പറയുന്ന ടെക്സ്റ്റ് വന്നിരിക്കുകയാണ്. അതിനുവേണ്ടി അവർ റൈറ്റ് ചെയ്ത പ്രോംപ്റ്റ് ആണിത്. അപ്പോൾ ഈ പ്രോംപ്റ്റുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെയുള്ള നമ്മുടെ ക്രിയേറ്റിവിറ്റിയിൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു യൂസിന് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ബാനേഴ്സോ ഫോട്ടോഗ്രാഫ്സോ ഇമേജസോ നമുക്ക് ഇതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ഇവരുടെ ഈ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോണ്ട്സ് ആൻഡ് സ്റ്റൈൽസിനെ കുറിച്ച് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് ബോൾഡ് സാൻസ് സെരിഫ് ഫോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഫോണ്ട് ആയിരിക്കും കിട്ടുക. അൾട്രാ തിൻ സാൻസ് സെരിഫ് ഫോണ്ട് എന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഫോണ്ടുകളായിരിക്കും കിട്ടുക. അപ്പോൾ ഡിഫറെൻറ്റ് ഫോൺസും അതിൻ്റെ എങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടതെന്നും ഉള്ളതും അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട രീതിയിൽ ആ ഫോണ്ടുകൾ മെൻഷൻ ചെയ്ത് കൊടുക്കുക. നമുക്ക് അതനുസരിച്ചുള്ള ടെക്സ്റ്റുകളായിരിക്കും ജനറേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് പ്രോംപ്റ്റ്സ് റൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ കൊടുത്തു നോക്കുകയാണ്, എങ്ങനെയാണ് നമുക്ക് ഐഡിയോഗ്രാം അത് ജനറേറ്റ് ആക്കി തരുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇമേജ് ജനറേറ്റ് ആയി തന്നിട്ടുണ്ട്. ബ്ലൂം വെയർ യു ആർ പ്ലാന്റഡ് എന്നാണ് ഞാൻ കൊടുത്തിരുന്ന പ്രോംപ്റ്റ്. അതുപോലെ തന്നെ നമുക്ക് ഇമേജ് ജനറേറ്റ് ആയി തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൊടുത്തിരുന്ന പ്രോംപ്റ്റിൻ്റെ ഉള്ളിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു സാൻസ് സെരിഫ് ഫോണ്ടാണ് വേണ്ടത്, ഒരു ആർച്ച്ഡ് മോഡലിലാണ് എനിക്ക് വേണ്ടത്, ബ്ലാക്ക് ലൈൻ ആർട്ട് ഓൺ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ് വിത്ത് എ സോഫ്റ്റ് പിങ്ക് ഫോർ എ ഫ്ലവർ എന്നും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതുപോലെ തന്നെ നമുക്ക് വേണ്ട ഫോണ്ട് ഏതാണെന്നുള്ളത് മെൻഷൻ ചെയ്ത് കൊടുക്കുക, കളേഴ്സൊക്കെ മെൻഷൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അതനുസരിച്ചുള്ള ഇമേജസ് ഐഡിയോഗ്രാം ജനറേറ്റ് ചെയ്ത് തരും. ഇതിൻ്റെയൊക്കെ ഒരു യൂസ് കേസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പല ഡിജിറ്റൽ ആർട്സ് സെല്ല് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പോസ്റ്റേഴ്സ് സെല്ല് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. പ്രിൻ്റ് ഓൺ ഡിമാൻഡ് ടീഷർട്ട്സ് സെല്ല് ചെയ്യുന്ന ഒരുപാട് ബിസിനസ്സസ് ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് ഈസി ആയിട്ട് ഈ ആർട്ടുകൾ അല്ലെങ്കിൽ അതിൻ്റെ റൈറ്റിങ്സ് ഒക്കെ നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള ടൂൾസ് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ വളരെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഞാനൊരു എക്സാമ്പിൾ മെൻഷൻ ചെയ്തതേ ഉള്ളൂ. ഇനി ഞാൻ ഒരു പ്രോംപ്റ്റും കൂടിയും കൊടുക്കാം. ഇവിടെ നമുക്ക് ഈ കളർ പാലറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഡിഫറെൻറ്റ് കളർ പാലറ്റ്സ് ചൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. മേ ബി ലെറ്റസ് യൂസ് ദിസ് ബ്ലൂ നമുക്കൊന്ന് ചൂസ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ വേണ്ട ഈ പേസ്റ്റൽ ഷെയ്ഡ്സ് ചൂസ് ചെയ്യാം. എന്നിട്ട് ജനറേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം.
ബി ദ ചേഞ്ച് എന്നായിരുന്നു ഞാൻ കൊടുത്തിരുന്ന ടെക്സ്റ്റ്. അതുപോലെ തന്നെ BE എന്ന് പറയുന്നത് ഒരു ബട്ടർഫ്ലൈയുടെ ഷേപ്പിലേക്ക് ട്രാൻസ്ഫോം ആക്കി തന്നിട്ടുണ്ട്. അതിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് തന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ബി ദ ചേഞ്ച് ഈ ഒരു രീതിയിൽ തന്നിട്ടുണ്ട്, ഈ ഒരു രീതിയിലും തന്നിട്ടുണ്ട്. ഈ കളേഴ്സ് നമ്മൾ കൊടുത്തിരുന്ന കളർ പാലറ്റിൻ്റെ യൂസിലാണ് അവർ ഡിഫറെൻറ്റ് കളർ പാലറ്റ്സ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി നമുക്കിവിടെ കളർ പാലറ്റ്സ് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച് ഡിഫറെൻറ്റ് കളർ പാലറ്റ്സ് വെച്ചിട്ട് നമുക്ക് പിന്നെയും ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിവിടെ ഒന്ന് കളർ പാലറ്റ് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ജനറേറ്റ് ചെയ്ത് തരുന്നതെന്ന് നോക്കാം. ഞാൻ ചൂസ് ചെയ്ത് കൊടുത്ത ഈ കളർ പാലറ്റ് വെച്ചിട്ട് നമുക്കിപ്പോൾ വീണ്ടും കുറച്ച് പോസ്റ്റേഴ്സ് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അടുത്ത് നമുക്ക് അനീമി സ്റ്റൈൽ കൊടുത്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. അനീമി സ്റ്റൈലാണ് ചൂസ് ചെയ്യുന്നത്. ജനറേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. നമ്മുടെ ഇമേജ് ഇവിടെ ജനറേറ്റ് ആയി തന്നിട്ടുണ്ട്. നമുക്ക് 4 ഡിഫറെൻറ്റ് സ്റ്റൈൽസ് തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ട ഇമേജിനെ നമുക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇവിടെ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. JPEG ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇതുപോലെ ഇപ്പോൾ നമ്മുടെ ഇമേജ് ഇവിടെ നമുക്ക് ഡൗൺലോഡായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു 3D ഇമേജ് ജനറേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രോംപ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ജനറേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മുടെ 3D ഇമേജ് ജനറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലെറ്റർ A യൂസ് ചെയ്തിട്ട് ഒരു ഹലോ കിറ്റീനെ 3D ആയിട്ട് റെൻഡർ ചെയ്യാനായിട്ടായിരുന്നു പ്രോംപ്റ്റ് കൊടുത്തിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രോംപ്റ്റ് നോക്കാം. അതുപോലെ മാജിക് പ്രോംപ്റ്റ് റീറൈറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഇമേജ് ജനറേറ്റ് ആക്കി തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് വേരിയേഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. 4 ഡിഫറെൻറ്റ് വേരിയേഷൻസിൽ നമ്മുടെ ഇമേജിനെ തന്നിട്ടുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട ഇമേജ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ഇവിടെ ഈ ഇമേജിനെ ഡൗൺലോഡ് ചെയ്യാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇമേജ് ജനറേറ്റ് ആയി നമുക്ക് ഡൗൺലോഡാക്കി നമ്മൾ എടുത്തിരിക്കുന്ന ഇമേജ് ഇതാണ്. ഐഡിയോഗ്രാം യൂസ് ചെയ്തിട്ട് നമുക്ക് ബർത്ത്ഡേ കാർഡ്സ് ഒക്കെ ഇതുപോലെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ക്രിയേറ്റ് ചെയ്തൊരു ബർത്ത്ഡേ കാർഡാണിത്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ബർത്ത്ഡേ വിഷ് കൊടുക്കേണ്ട ആളുടെ നെയിമും കൂടിയും റൈറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താണോ ആ കാർഡിൽ എഴുതേണ്ടത് അതിൻ്റെ കൂടെ ആ നെയിമും ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ഐഡിയോഗ്രാം ജനറേറ്റ് ചെയ്ത് തന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബർത്ത്ഡേ കാർഡ്സാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് സെൻഡ് ചെയ്യാം ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. മറ്റൊരു ബർത്ത്ഡേ കാർഡാണിത് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. ജനറേറ്റ് ചെയ്ത് തന്നിട്ടുള്ള ഒരു ഇമേജാണിത്. മറ്റൊരു ഇമേജാണ് ഇത്. വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് ഓരോ ഇമേജസും നമുക്ക് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. നമുക്ക് ജനറേറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ള വേറൊരു ഇമേജാണിത്. മറ്റൊരു ഇമേജാണിത്. അപ്പോൾ ഇതുപോലെ ഐഡിയോഗ്രാം യൂസ് ചെയ്തിട്ട് നിങ്ങളും ഇമേജസ് ഒക്കെ ജനറേറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യുക. ഇതുപോലുള്ള ലേറ്റസ്റ്റ് AI അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.